നമസ്കാരം. ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കോളേജിലുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പിള്ളേരുടെ ഈ ഓരോ കുസൃതികൾ, ഞാൻ കുസൃതി എന്ന് പറയും, അവൻ്റെ ഭാഷയിൽ അഹങ്കാരം അല്ലെ പോക്കൃത്തരം എന്നൊക്കെ വേണേൽ അവൻ പറയും. പക്ഷെ ഞാനൊരു കുസൃതി എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിള്ളേരല്ലേ ഈ പ്രായത്തിൽ ഇവന്മാരെന്തോ കാണിക്കാനാണ്, നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു കുസൃതി എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അവൻ സംസാരിച്ചവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാർട്ടേഴ്സായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ NRI കുട്ടികളെയാണെന്ന് പറഞ്ഞു. അതായത് വിദേശത്തു നിന്ന് പഠിത്തം 12ഒക്കെ കഴിഞ്ഞ് വന്ന് ഈ കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുകയില്ല. ഒന്നാമത്തെ വിഷയം അവരുടെ കയ്യിലെ സാമ്പത്തികമാണ്. കാരണം നാട്ടിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ പോലുള്ള പൈസയല്ല NRIക്കാർക്ക്. അപ്പനും അമ്മയും ഇഷ്ടം പോലെ കാശ് പിള്ളേർക്ക് അയച്ചു കൊടുക്കും. ഫീസിൻ്റെ പുറകെ അവർക്ക് ന്യായമായ രീതി ഹോസ്റ്റൽ അതായത് ഈ പിള്ളേരുടെ കയ്യിൽ വലിയ വില കൂടിയ മൊബൈലും ലാപ്ടോപ്പും ഈ പറയുന്ന സിഗരറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ എന്തൊക്കെ പറ്റുമോ അതെല്ലാം ഈ പിള്ളേർ പൈസ കൊടുത്ത് മേടിക്കും. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഗൾഫിൽ NRI കുട്ടികൾ അങ്ങനെ. ശരിക്കും ഈ നാട്ടിലിപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ, എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ അടക്കത്തോടും സമാധാനത്തോടും പോയി നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളുമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പേരൻസ് തന്നെയാണ്. അതായത് ഇവർ പലപ്പോഴും ജോലി തിരക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇത് വൈകിട്ടൊക്കെ പല കുട്ടികളും വൈകിട്ടൊക്കെ ഒരു ഈവനിങ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾ ആരുടെ വീട്ടിലാണ് പോകുന്നതെന്നോ അല്ല ഇതിൻ്റെ കൂടെ കൂട്ടുകെട്ട് ആരൊക്കെയാണെന്നോ പല പേരൻസിനും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ കുഞ്ഞുങ്ങളുടെ ഒരു മാനസികമായ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് പല പേരൻസിനും അറിയത്തില്ല. ഈ കുഞ്ഞ് ഫോണിനകത്ത് എന്ത് ചെയ്യുന്നു, പല പിള്ളേർക്കും ഫോണുള്ളത് തെറ്റാണെന്നല്ല. ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂ ഫിലിം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് മറ്റു രീതിയിലൊരു സംസാരം വന്നതുകൊണ്ടോ ഞാൻ ഇന്നത്തെ കാലത്തൊന്നും വലിയായിട്ടൊന്നും സ്ട്രിക്റ്റാണെന്ന് പറയുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ എന്തോ രീതി ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നതാലും ഇവർക്ക് വേറെ രീതിയിൽ തന്നെ എടുക്കാൻ പറയും. എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ നിസ്സാരം പറയുമായിരുന്നു, എൻ്റെ മകള് 6ൽ പഠിക്കുന്ന കുഞ്ഞാണ്. പേരൻറ്റ് കൺട്രോളൊക്കെ മൊബൈലും കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ. ഇതിനിടയിൽ പിള്ളേർ ഓൺലൈനിൽ പിള്ളേരോട് സംസാരിച്ച് ചിലപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണും. നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്തെന്നാൽ ഇവർക്കറിയാം ഇത് എങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർ റൈഡ് ചെയ്ത് എടുക്കണം എന്നുള്ളത്.